നമസ്കാരം. പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ PA മുഹമ്മദ് റിയാസിന്റെ പേരിൽ PSC അംഗത്വം വാഗ്ദാനം ചെയ്ത CPM നേതാവ് 60 ലക്ഷത്തോളം രൂപ തട്ടാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിൽ എവിടെ തിരിഞ്ഞാലും വിമർശനങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്ക് വലിയ തലവേദനയെ ആ ഒരു വിവാദം മാറിയിട്ടുണ്ട്. ഇപ്പോഴിതാ മരുമകന് പിന്നാലെ മുഖ്യമന്ത്രിയും അതിനോടൊപ്പം ചേരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം നടന്നിരിക്കുന്നു എന്ന നിയമനത്തിൽ അക്കൗണ്ട് ജനറൽ വിശദീകരണം തേടിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് ഇപ്പോൾ വീണ്ടും വിവാദമാകുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച CJ സുരേഷ് കുമാറിന് അതേ തസ്തികയിൽ വീണ്ടും നിയമനം നൽകി എന്നതാണ് വിവാദത്തിന് കാരണം. പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഈ നിയമനം നടന്നിരിക്കുന്നത്. കോടതി ഉത്തരവിട്ടിട്ടും ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അക്കൗണ്ട് ജനറൽ വ്യക്തമാക്കുന്നു. പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണം എന്നതായിരുന്നു ചട്ടം. അതേസമയത്ത് റിയാസിന്റെ പേരിലുണ്ടായ വിവാദം തീർക്കാൻ വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ CPM നടപടിയെടുത്തു എന്ന വിവരവും പുറത്തുവരികയാണ്. പ്രമോദിനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീക്കം ചെയ്തു എന്നതാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഇടപെട്ട PSC അംഗത്വം വാങ്ങി നൽകാം എന്നതായിരുന്നു യുവ നേതാവ് വാഗ്ദാനം ചെയ്തത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരുമെന്ന് അറിയിച്ചെങ്കിലും ഇങ്ങനൊരു വിവാദം വന്നതിന്റെ ഭാഗമായി ചേർന്നിട്ടില്ല. നടപടി ഔദ്യോഗികമായി പാർട്ടി പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം. CITU ഭാരവാഹിയായുള്ള യുവ നേതാവ് PSC അംഗത്വം നൽകുന്നതിനായി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും 22 ലക്ഷം കൈപ്പറ്റിയെന്നുമായിരുന്നു ഹോമിയോ ഡോക്ടറായിട്ടുള്ള ദമ്പതിമാർ കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിച്ചത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് വഴി അംഗത്വം നൽകാം എന്നത് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു പണമിടപാട് നടത്തിയതെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. പരാതിക്കാരും സഖാക്കന്മാർ തന്നെയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ MLA മാരായിട്ടുള്ള KM സച്ചിൻ ദേവ, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ദമ്പതികൾ പരാതിയിൽ പറയുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത്. യുവ നേതാവ് ഒറ്റയ്ക്കാവില്ല ഇടപാട് നടത്തിയതെന്ന സംശയവും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു കോക്കസ് പ്രവർത്തിക്കുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് നേതൃത്വത്തെ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് വിവരം. റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച PSC അംഗത്വം വാഗ്ദാനം ചെയ്തത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ്. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള ചില കച്ചവടങ്ങളും മധ്യസ്ഥ ചർച്ചകളും നിയന്ത്രിക്കുന്നത് കുറച്ചു നേതാക്കൾ ഉൾപ്പെടുത്തിയിട്ടാണെന്ന് ഇതിന് പിന്നാലെ തന്നെ ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും PA മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവുമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ വീണ്ടും എയറിലാകുന്ന സാഹചര്യമാണ്. എല്ലാവിടെയും പറയുന്നത് ഇവരുടെ പേരുപയോഗിച്ച് അല്ലെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ജോലി വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ സർക്കാർ സ്ഥാനങ്ങൾ നൽകാമെന്ന് പറയുന്നു എന്നതൊക്കെ തന്നെയാണ്. എന്തായാലും പിൻവാതിൽ നിയമനം CPMന്റെ ജന്മാവകാശം പോലെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വിവാദം പുറത്തു വരുന്നത്. ഇങ്ങനൊരു വിവാദം വരുമ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന മന്ത്രിമാരൊന്നും അറിഞ്ഞുകൊണ്ടല്ല തങ്ങളുടെ പേര് അറിയാതെ ഉപയോഗിച്ചതാണ് എന്ന് പറയുകയാണെങ്കിലും അത് ജനങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം പണ്ട് ഇത്തരത്തിൽ പല സീറ്റുകളിലേക്കും സർക്കാർ അറിഞ്ഞുകൊണ്ട് നിയമനം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ അത് ഇവരറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അത് ഇവരറിഞ്ഞുകൊണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുക.